ഹൈ ഗൈസ്, അങ്ങനെ ഒരു നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ബാക്ക് ടു വർക്ക് ലൈഫ് എത്തിയിരിക്കുകയാണ്. ബെന്നി ചേട്ടാ, ചേച്ചി, ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പരിപാടികളൊക്കെ? ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഏറ്റവും ഭംഗിയായ രീതിയിൽ ആ ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചു. അടിപൊളി, താങ്ക് യു ബെന്നി ചേട്ടാ. ചേച്ചി അടിപൊളിയല്ലായിരുന്നു? ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റായിരുന്നു. കുട്ടി, നമ്മുടെ ദൗത്യം വിജയിച്ചടാ. കണ്ണു കെട്ടിയത് നമുക്കാണെന്നേ ഉള്ളു. ഓക്കെ, പോയിട്ട് വരാം ബെന്നി ചേട്ടാ, ഷൂട്ടിന് പോയിട്ട് വരാവേ. ഗൈസ്, കുറച്ച് ദിവസമായിട്ട് രാവിലെ എഴുന്നേക്കണത് നടക്കണില്ല. പനിയൊക്കെ ആയതുകൊണ്ട് മാറിക്കിടന്നുറങ്ങിയിട്ട് ഇന്ന് ഫോൺ ഓഫായി, ഇപ്പൊ അലാറം അടിച്ചില്ല. എഴുന്നേറ്റപ്പോ ഒരു പൊടിക്ക് ലേറ്റ് ആയി. അപ്പൊ ഇനി നേരെ ബമ്പർശ്ശേരിലോട്ട് പോട്ടെ. ഞാൻ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടണേ വരാം, ഇല്ലെങ്കിൽ രാത്രി വരാം. ഗൈസ്, വൈകുന്നേരം 7 മണിയായപ്പം ഷൂട്ട് കഴിഞ്ഞിറങ്ങി. ഗൈസ്, കല്യാണം കഴിഞ്ഞിട്ട് 7 ദിവസമൊക്കെ അവിടെ വീട്ടില് വേറെ അവളുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണേ ഗൈസ്. അയ്യോ, കൊണ്ടുവരായിരുന്നു. പക്ഷെ കൊണ്ടുവന്നിരുന്നേ അവൾ ഒട്ടുക്കത്തെ പോസ്റ്റായി പോയേനെ. പിന്നെ ഞാൻ ഷൂട്ടിന് കയറുമ്പോഴത്തേക്കും അവൾ നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് എന്തായാലും 3 ദിവസം കൂടെയല്ലേ ഉള്ളൂ, ഇനി സെറ്റാക്കാം. അപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് ഷാസിൻ്റെ മിസ് കോൾ ഉണ്ട്. അപ്പോഴത്തേക്കും അവനെ വിളിച്ച പറഞ്ഞു, എടാ നീ ഇങ്ങോട്ട് വാടാ, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അവൻ്റെ അമ്പര ചുംബിയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ശരിക്കും മിസ് ചെയ്യണം കേട്ടോ. അവിടെ വീട്ടിലെ പട്ടിക്കുട്ടികളായിട്ട് ചില്ലൊക്കെ അടിച്ച് കിടക്കണമെന്ന് പറഞ്ഞിട്ടാ അമ്മ അവളും കൂടെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മറ്റേ വാട്സാപ്പിൽ ഇതൊക്കെ അയച്ചു തന്നു. അപ്പോൾ ഞാൻ മേളിലോട്ട് ചെല്ലട്ടെ, എന്നിട്ട് ഷാസിന കാണാം. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ശരണ്യ അനന്ത് ചിലപ്പം വരും. അങ്ങനെയാണെങ്കിൽ കുറച്ചിരുന്ന് നമുക്ക് സൊറ പറയാം ഗൈസ്. വെൽക്കം ടു ദ ബ്ലോഗ്. നീ ശരിക്കും മറ്റേ റാപ്പർമാരെ കിട്ടുന്ന രണ്ട് ഞാൻ സുഹൃത്തുക്കളെ, എന്റെ ശിഷ്യൻ പണി തുടങ്ങിയിരിക്കുന്നു. ഇത് താത്തിപ്പിടി. അങ്ങനെ പിടി. പറയാതിരുന്ന നീ വരണമെന്ന്. അതെന്താ ഈ ബ്ലോഗ് നോക്കിയോട് വരുവാ. ഇത് പെർമിഷൻ ആരാ കൊടുക്കേണ്ടത്? വീണ്ടും സലിബ്രോയില് എന്റെ വ്ളോഗ് തമ്മില് ഇതെവിടെ വൺ പീസ്? എന്റെ വൺ പീസാ? അതെന്റെ ഫോണിലുണ്ട്. സൂപ്പർ അല്ലേ? നല്ല എല്ലാരും ഉണ്ട്. എന്റെയിലും ഉണ്ട്. ആണാ? ഉണ്ട്. സലിബ്രോ കല്യാണവും കഴിഞ്ഞെന്റെ ഹൈപ്പ്. ഞാന് ഹൈപ്പ് ചെയ്തു. എന്റെ 3 ഹൈപ്പ് നിങ്ങളുടെ വീഡിയോയിലാണ് തീർന്നത്. ഇതാണ് എന്റെ KST5. കൊള്ളാടാ. ഇത് ലൂഫിയുടെ പുതിയ ഇതുവരെ എത്തിയില്ലല്ലോ നീ കണ്ട്? അത് ഞാൻ കണ്ടായിരുന്നു നേരത്തെ ബ്ലോഗ് എടുത്തോണ്ടിരുന്നപ്പോ കണ്ടായിരുന്നു. സത്യം പറഞ്ഞാ ഇതല്ല, ഞാൻ വേറെ ഒരെണ്ണം മറ്റേ ലൂഫിയുടെ തലയിൽ മറ്റേ ഷാഗ്സ് തൊപ്പി വെച്ചോ. തീർന്നുപോയല്ലേ? ബാസാനുബ്രോ, നമുക്ക് ഇരിക്കാം കുറച്ചു നേരം. വൈഫ് വീട്ടിലടാ. ഞാൻ മിസ് ചെയ്യണം സത്യം പറഞ്ഞ. എനിക്ക് വേണ്ടത് ഇപ്പൊ കല്യാണം ഇപ്പൊ കഴിഞ്ഞോണ്ടായിരിക്കുമല്ലോ അത്ര ഒരു മിസ്സിങ് വരണത്. ആയിരിക്കൂല. ആണല്ലേ? നീ മിസ് ചെയ്യുന്നുണ്ട്? അപ്പൊ പിന്നെ രംഗണ്ണനാണ് ഇപ്പൊ ഞാൻ. കണ്ട, ഇത് അവളുടെ വീട്ടിൽ നിന്ന് ബ്രേസ്ലെറ്റ്, ഇത് മോതിരം, ഇത് മരിച്ച മോതിരം, 2 കമ്മല്. കറക്റ്റ് രംഗണ്ണനാണ് കേസ്. ഒരു രക്ഷയില്ല ഇത്. എന്തോടാ എനിക്ക് വരണം വേണം. കൊള്ളാം, ഇത് സാധനം സെറ്റാണ്. നീ വാങ്ങിച്ചിരുന്നെങ്കിൽ നമുക്ക് സലിബ്രോ ഇന്ന് ഫുഡൊക്കെ ഇങ്ങോട്ട് ഓർഡർ ചെയ്ത് ഇവിടെ ഇരുന്നാലും എല്ലാവർക്കും കൂടെ. ശരുവും അനന്തും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ കാര്യമൊക്കെ പറഞ്ഞു. വയറുവേദന. അനന്തൂര് വയറുവേദന. പുറത്ത് പോണോ? വേണ്ട, നമുക്ക് ഇവിടെ ഇരിക്കാൻ സലിബ്രോ. കാര്യമൊക്കെ പറഞ്ഞു. നമുക്ക് നാളെ എങ്ങാനും പുറത്തോട്ടിറങ്ങാം. നമ്മള് എല്ലാരും പറഞ്ഞ് ഞാൻ കല്യാണം കഴിയുമ്പോ സലിബ്രോയുടെ ആയിട്ടുള്ള ഫുഡ് ബ്ലോഗ് ചെയ്യൂലെന്ന്. നമ്മൾ ചെയ്യും സലിബ്രോ. ചൈന വ്ളോഗിൽ കൊട്ടിയായിരുന്നു, കണ്ടായിരുന്നു? അയ്യോ, കണ്ടില്ല. അത് ഞാൻ കണ്ടില്ല. മറ്റേ അത് കാണിച്ചു പറഞ്ഞ വ്ളോഗ് കാണിച്ചു പറഞ്ഞ ലോക്കൽ തൊട്ടി പരിപാടിയൊന്നുമല്ല. ഞാൻ അങ്ങ് ചൈനയിൽ പോയാണ് ഒത്തന്റിക്.
ഓഹോ നമ്മളെ കൊട്ടിയെന്ന്. എടാ ഞങ്ങളുടെ ഫുഡ് വ്ലോഗിൽ വേണമെങ്കിൽ നിനക്ക് ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ തരാം. നമുക്ക് പോവാ സാധനം. മണ്ണിന്റെ മണമുള്ള അതെ മണ്ണിന്റെ മണം. നിന്റെ വീട്ടിന്റെ അവിടെ ഇരുന്ന് നമ്മള് മഴ കണ്ടോണ്ടിരുന്നപ്പോ മണ്ണ് ഇവിടെ പരിപാടി മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? റിസപ്ഷൻ ഞാൻ നോക്കിയപ്പോ എവന് സോഡ്ജും ഒക്കെ സോഡ്ജ് മറ്റേ കഴിഞ്ഞിട്ട് ഹോട്ടലിൽ പോയപ്പോ ആശുപത്രി പോണോ നടുവൊക്കെ വിളിക്കുന്നൊക്കെ കേട്ടപ്പോ ഇനി കൊണ്ടുപോകേണ്ടി വരുമെന്നുള്ള ജിമ്മിലൊക്കെ പോണോണ്ട് ഒന്ന് സ്ട്രോങ് ആയി. എടാ ഇന്ന് നമ്മുടെ ബമ്പർ ചിരിയിൽ കുറെ ബോഡി ഗാർഡ്സ് ഒന്ന് പുഷപ്പ് എടുക്കാൻ പറഞ്ഞു. ഞാൻ 2 എണ്ണത്തിന് തോപ്പിച്ചു. അതിനകത്ത് 30 പുഷപ്പ് എടുത്തിയാ. ബോഡി ഗാർഡ്സ് തന്നെയാണ് വന്നത്. ആണാണ് കണ്ടിന്യൂ ഉണ്ടോ അപ്പോഴും? എന്തൊരു ഇനിയിപ്പോ നാളെ തുടങ്ങും വർക്കൗട്ട് ഗൈസ്. വർക്കൗട്ട് ആണാണ് അച്ചു അല്ലേ? സത്യം ഗൈസ്, കല്യാണത്തിന് ഒരാഴ്ച മുന്നേ ഞാൻ മുങ്ങിയതാണ്. നാട്ടുകാര് പൊക്കിക്കൊണ്ട് പോവും. എന്തിനടാ മൊത്തത്തിലൊരു സ്വർണ്ണങ്ങളെ നോക്കിയാലോട്ടല്ലേ? എടാ ഇത് അവള് തന്ന മാലയാണ്. അപ്പൊ ഇത് എനിക്ക് ഊരാൻ വയ്യ. ഇത് അമ്മ തന്ന മാലയാണ്. അതും എനിക്ക് ഊരാൻ വയ്യ. ലോക്കറ്റ് ഇത് ഞാൻ മറ്റേ മുരുകന്റെ ലോക്കറ്റ് ഊരാൻ വയ്യ. ഈസി ആയിട്ട് ഊരി കാണിച്ചത് എങ്ങനെയാണ് ടോട്ടലി ഒരു ഗോൾഡ് മാനായി. ആണല്ലേടാ, എനിക്കൊരു ഗോൾഡ് ഇഷ്ടമാണ്. മറ്റേ ഒരു 2-3 ഇൻഫ്ലുവൻസർമാരുണ്ടല്ലോ മറ്റേ ഫുൾ ഗോൾഡ് ഒക്കെ ഇട്ട് നടക്കുന്നത്. ഇത് മാരിയില്ല ധനുഷ്. ഇന്ത്യൻ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഫുൾ ഗോൾഡ് ഒക്കെ ഇട്ട് നിറച്ചും ഗോൾഡ്. അവന്മാരെന്നെ എനിക്കറിയാം. പക്ഷെ നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസ് രംഗണ്ണനെ കാട്ടി എനിക്ക് മാരിയായിട്ടാണ് തോന്നിയത്. ഉണ്ട ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരിയാവും അല്ലേ? ഗ്ലാസ് വെച്ചാൽ ഇതെന്താ സോറോ അല്ലേടാ? അത് ഒരു ബട്ട ഒളിച്ചൊന്നും ഇരിക്കൂലടാ. എത്രമാത്രം ഉണ്ട് കാണാല്ലേ? നല്ല രീതി കാണാം കേട്ടാ. ഒരു ബട്ടൺ ഇട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒളിപ്പിച്ചു ഒരു കാര്യമില്ല. ഇല്ല എനിക്ക് ഒളിപ്പിക്കേണ്ട കൈസ്, ഞാൻ ഇങ്ങനെ നടക്കും. പ്രൊട്ടക്ഷന് സന്ദീപ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. സന്ദീപിനെ എനിക്ക് ആദ്യം തൂക്കിക്കൊണ്ട് പോകണം. പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വേറൊരാളെ വിളിച്ചോട്ടെ കാറിന്റെ ബാക്കിൽ. ഞാൻ ആലോചിക്കണേ സന്ദീപ് എങ്ങനെയാണ് പേഷ്യൻസ് ആയിട്ട് അത് സെറ്റ് ചെയ്തേ. ഈ മാഹിമച്ചൻ പൊക്കിക്കൊണ്ട് പോയ സാധനമൊക്കെ എടാ അവനെ യൂഷ്വലി സന്ദീപ് കൈയാക്കം ഞാൻ പുള്ളി എൻജോയ് ചെയ്തൊക്കെ ചെയ്ത്. എടാ പക്ഷെ ഭയങ്കര ആ വ്ളോഗ് ഓരോരുത്തരുടെ വ്ളോഗ് കാണുമ്പോഴാണ് ഞാൻ ഓരോ ആംഗിളും കാണുന്നത്. നീ കണ്ടിട്ടേ ഇല്ല. മാഹിമച്ചാന്റെ ആംഗിൾ ഞാൻ കണ്ടിട്ടേ ഇല്ല. ആകെപ്പാടെ കാണുന്നത് സ്റ്റേജിലോട്ട് മറ്റേ സ്രാവിനെ ഒക്കെ പൊക്കിക്കൊണ്ട് വരണക്ക് ഒരുത്തനെ പൊക്കിക്കൊണ്ട് സരിപ്ര. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങളെ മുണ്ട് പരിച്ചൂരിക്കൊണ്ട് ഓടുമെന്ന് വെച്ചാൽ. ഓൾറെഡി അവനെ അന്ന് ഫോണിലെ നമ്മൾ ഒറ്റ കെട്ടാണ് ഏരിയയിൽ കൈ വന്നു. പിന്നെ അവൻ ശ്രമിച്ചേട്ടാ. അവൻ ഇങ്ങനെയൊക്കെ വരുമ്പോ ഞാൻ പതുക്കെ ഊരി സനി മറ്റേ എന്താ പറയല്ലേ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തടയാനുള്ള സാധനമൊക്കെ എനിക്കേടാ ഞാൻ അവളുമായിട്ട് മറ്റേ പുറത്ത് തോന്നക്കിൽ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു വന്ന സമയമുണ്ടല്ലോ, സ്റ്റെപ്പിന്റെ അവിടെ വെച്ച് നിന്നെ ഞാൻ നിക്കറ് നിർത്തോടാത്. ഞാൻ വിചാരിച്ചു ഉറപ്പിച്ച് ഞാൻ തീർന്നു, ഞാൻ നിക്കറി കയറിയെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ അവിടെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്നിട്ട് വർഷം എടുത്തു വർഷേ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ഞാൻ നിക്കറി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല ചേട്ടാ ചെയ്തോണ്ടല്ലേ എന്ന് പറഞ്ഞു. അവിടെ പക്ഷെ കട്ട സപ്പോർട്ടാണ് ചേട്ടാ. ഇല്ല എക്സ്ട്രീം പോവൂല. ഞാൻ ചെയ്ത അതേ ലെവൽ മച്ചാനും പിടിച്ചു. തറവാടികളൊക്കെ വരുന്ന കല്യാണമല്ലേ, ആര് മുണ്ടൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ആര് പാടി ആരോ പാടി. അതുകൊണ്ട് ചെമ്മന്മാരെ കൊണ്ടുവന്നിട്ട് പാവങ്ങളുടെ മാറി മാത്രം കളഞ്ഞുള്ളാക്കി. സിക്സ് പാക്ക് കണ്ട് സിക്സ് പാക്ക് നിർത്താത്തതിൽ എനിക്ക് സന്തോഷമാണ്. ഞാൻ അതൊക്കെയാണ്
പ്രതീക്ഷിച്ചത്. സിക്സ് അങ്ങനെയൊക്കെ ആ ഒരു എക്സ്ട്രീം ഒന്നും മച്ചാൻ പോയില്ല. ഡീസന്റ് ആയിട്ട് മോളും വൈഫും ഒക്കെ ഉള്ള അതെ ഒരു ഒതുങ്ങി മച്ചാൻ പണ്ടത്തെ മച്ചാനല്ല ഇപ്പൊ. എടാ പിന്നെ നിന്നെ ചെയ്തതിന്റെ ഒരു കാൽ ഭാഗം മുന്നിൽ ചെയ്തിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തൊരു ചെയ്തടാ അലമ്പായിരുന്നു ചലഞ്ച് ചെയ്താ നിനക്ക് ഒരിക്കലും സിക്സ് പാക്ക് വരൂല എന്നാണ് കല്യാണം അത് ഞാൻ കേട്ടായിരുന്നു കേട്ടോ. നീ അടുത്തൊരു ചലഞ്ച് ആയിട്ട് എടുക്കണം. അത് കേട്ടായിരുന്നു. എന്റെ ചലഞ്ച് ഈ വർഷം കഴിയുന്ന മുന്നേ വരെ ഞാൻ ഒന്ന് ഫിറ്റ് ആവും. എടാ ഞാൻ 73 ആയടാ. 73 പിന്നെ മേളിലോട്ട് കയറിയില്ലേ ഞാൻ കുറച്ച് ഇവിടെ നീ പിടിച്ചു നോക്കിയാണ് കട്ടിയുണ്ട്. ഇനിയും കുറച്ചും കൂടെ അതെ അല്ല നീ ആക്ച്വലി ഒതുങ്ങിയടാ. നീ ഞാൻ മറ്റേ മുണ്ടൊക്കെ കൊടുത്ത് നിന്നപ്പോഴത്തേക്കും അല്ല നല്ല ഒതുങ്ങിയടാ നീ. എടാ ഈ ഫ്രെയിമിൽ നോക്കിയാണ് നീ നല്ല ഒതുങ്ങി. ഇനിയും ഒതുങ്ങണം. പക്ഷേ നമ്മളെല്ലാവരും ഈ വർഷം എന്റെ മോട്ടിവേഷൻ നാളെ ഡയറ്റ് തുടങ്ങാൻ പോകുന്ന സനുബ്രോയാണ്. ലോഡിങ് കിട്ടും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തരടാ സനീര വ്ളോഗ്, ഇവന്റെ വ്ളോഗ്, ഇപ്പൊ എന്റെ വ്ളോഗിൽ അത് പറയുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്കും സനീര വ്ളോഗിൽ ഉള്ളവർക്ക് ഞാൻ പറയണ, സനി ഒരു സാധനം പറയും, ഇന്ന് മുതൽ ഞാൻ ഡയറ്റ്, ഇന്ന് മുതൽ ഞാൻ ഡയറ്റ്. ഈ സാധനം എഡിറ്റേഴ്സ് നിങ്ങൾക്കൊരു കിട്ടില്ല സാധനം കിട്ടും. സനീര അത് കോമ്പൈൽ ചെയ്തിട്ട് ഒരു മുളപ്പ സാധനം ചെയ്യാം. എന്റെ എഡിറ്റർമാർ ഓൺ ദ ജോബ്. ഈ വർഷം തീരണ ഒരു സമയമുണ്ട്. സോ യു ജസ്റ്റ് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. എല്ലാം ആക്ഷനാണ്. ചെയ്ത് കാണിച്ചു. വരൂല നോക്കിയോ. ഞാൻ മൊത്തം പ്രവൃത്തിയിൽ മാത്രമാണ് കോൺസെൻട്രേഷൻ. ഇതിനൊക്കെ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഗംഗ അവള് പറഞ്ഞ വാക്ക് പാലിച്ചടാ. സോളോ ആയിട്ട് ഡാൻസ് കളിച്ച് ഡാൻസ് സൂപ്പർ. ഞാൻ മുണ്ടെടുത്തോണ്ട് വന്നടാ. സനുബ്രോ വാക്ക് പാലിച്ച് മുണ്ടെടുത്തോണ്ട് വന്നു. നീ വാക്ക് പാലിച്ച് നീ മുണ്ടെടുത്തോണ്ട് വന്ന്. വാക്കൊക്കെ പാലിച്ചിട്ടുണ്ട്. മായിമച്ച വാക്ക് പാലിച്ച് പണിയെന്ന് എല്ലാവരുടെ വാക്ക് പാലിക്കേണ്ട ഒരു ദിവസമായിരുന്നു ഗൈസ്. മറ്റേ സമ്മാനമൊക്കെ പൊട്ടിക്കണം. ഏത് അത് പൊട്ടിച്ചറേ? ഓ നാളെ ഇറങ്ങും. അല്ല ഐ മീൻ ഇത് ഇറങ്ങുമ്പോ അത് ഇറങ്ങി കാണും. എടാ ഞാനും അവളും കൂടെ രാത്രി ഇരുന്ന് കംപ്ലീറ്റ് പൊട്ടിച്ചടാ. അപ്പൊ ഗിഫ്റ്റ് എന്നിട്ട് പക്ഷെ അവക്ക് പിന്നെ അങ്ങനെ വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് പിന്നെ അവളെ സൈഡിൽ എടുത്തിട്ട് ഞാൻ എല്ലായിടത്തും കാണിച്ചു കൊടുത്തു. അവളെ സൗണ്ട് ഇടയ്ക്ക് കൈ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ട് കേട്ടാ. വൈബ് കേട്ടാടേ. ഞാൻ ഇന്നാ മറ്റേ വീഡിയോ ഉണ്ട്. അയ്യോ അവളെ സൂപ്പർ കേട്ടാ. നീ അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ കൊണ്ടുപോകും. അല്ലല്ലേ വിരുന്നിന് പോയത്. അവള് ഭയങ്കര രസമാണ് സംസാരിച്ചോണ്ടിരിക്കാൻ. രസമാണ്. മറ്റേ മഞ്ജു ചേച്ചി ഗിറ്റാറും വായിച്ചിട്ട് ഞാൻ ഗിറ്റാറൊക്കെ വായിക്കും സനുബ്രോ. ഞാൻ ഗിറ്റാർ ഞാൻ ചെണ്ടടിച്ചപ്പോഴും ഞെട്ടി കേട്ടാ. പഠിക്കാൻ പോയപ്പോ രണ്ടുമൂന്ന് തട്ടണ മാത്രമല്ല തുടങ്ങിയത് ചെണ്ട. എന്റെ വ്ളോഗ് തുടങ്ങണ ചെണ്ടെന്നാണ്. ഫസ്റ്റ് വ്ളോഗ് സനുബ്രോ കാണണം കേട്ടോ. സനുബ്രോ ശേഷം അവൻ കുറെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണ്. നിന്റെ ഫ്ലാഷ് ബാക്കുകൾ കാണേണ്ടിയിരിക്കുന്നു. വെയിറ്റ് ചെയ്തിരിക്കുന്നത് എവൻ പ്രോപ്പർ ആയിട്ട് ഒരു മേളം ചെണ്ട അത് വായിക്കും. അത് എത്ര വർഷമാണേലും ഐ വിൽ കം ആൻഡ് സീ ഇറ്റ്. അത് വായിച്ചു ഇരിക്കും ഗൈസ്. അതിന്റെ ഒരു വലിയ ഡ്രീമാണ്. ഓക്കെ ഞങ്ങളിത് കുറച്ച് ഞാൻ വായിക്കണ കാണാനാ. അടി പൊളിക്കുന്ന നമ്മള്. സബ്സ്ക്രൈബേഴ്സ് മുതൽ എല്ലാവർക്കും അത് കാണാൻ ഒരു ആഗ്രഹം. അത് വായിക്കും. പ്രോപ്പർ തായമ്പക വായിക്കും. എടുക്കും. അത് തിരുവിത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഏരിയയിലോട്ടുള്ള തെക്കൻകൂറ് തായമ്പക മേളം വായിക്കും ഞാൻ. വയലിൻ ഒറ്റയ്ക്ക് 3 ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ഒരു സംഭവം നമുക്ക് ചെയ്യാം. നിങ്ങൾ നമുക്ക് അങ്ങോട്ട് പോയിരിക്കാം. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് വയ്യ. ഞങ്ങൾ ഇനി കുറച്ചേരം സംസാരിക്കട്ടെ. അപ്പോഴത്തേക്ക് ശരണ്യ അനന്തമൊക്കെ വരുമായിരിക്കും. അവരൂടെ വന്നിട്ട് ബാക്കി ആരുടെയത് അനന്തു നിനക്ക് എന്ത് പറ്റിയടാ? നിനക്ക് എന്തോ പറ്റിയെന്ന് ശ്വാസം പറഞ്ഞു. ചെറുതായിട്ടൊന്ന് ഫുഡ് പോയിസൺ ആണല്ലേ? അങ്ങനെ പറഞ്ഞുകൂടായിരുന്നാണോ നിനക്ക്? ഇത് ഓക്കെ. ഇത് എന്നെയാണ് അബദ്ധം. അതുകൊണ്ടല്ല അത് റെക്കോർഡേ ചെയ്തില്ല. അവനുമായിട്ട് നമ്മൾ നല്ല എടാ കൊള്ളാടാ രസോടാ. നീ അത് പറഞ്ഞില്ലേ മിസ് ചെയ്യുന്നൊരു സാധനം. ചെറുതായിട്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആടാ
ഞാൻ പറഞ്ഞ എനിക്ക് പണിയെടുക്കാൻ ഞാൻ എങ്ങനെ പണിയെടുക്കും സുഹൃത്തുക്കളെ? നിന്നിപ്പിലൊക്കെ നീ വണ്ടി കയറി പോവടേ. കാരണം മഴവില്ലെന്നെ അവര് റാഞ്ചും വന്ന് കുഴപ്പമില്ല. ഷൂട്ട് തുടങ്ങാം. നമുക്ക് പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ആയിട്ടൊരു ചെറിയൊരു സെറ്റപ്പ് വെക്കണം. നീ ഷൂട്ട് ഇതുമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യും? പണിയാണ്. ആണല്ലേ? കാരണം 7 ദിവസം നിനക്ക് നിനക്ക് കൂടുതലല്ലേ ഷെഡ്യൂൾ? 12 ദിവസമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അത് നീ അങ്ങോട്ട് വരാൻ പറയും. ഒരുപാട് മിസ്സിംഗ് ആണ്. പക്ഷേ ഇവര് അവിടെ വന്നു ഭയങ്കര പോസ്റ്റ് ആയി പോകൂലേടാ. ഇവിടെ വന്നതിന് വർഷം പേടിക്കണം. പോസ്റ്റ് ആയില്ലോ. എവിടെ അവിടെ വന്നാല് കുഴപ്പമില്ല. നിങ്ങൾ വലിയ വിഷയം. ഇവര് പഴയ ഫോട്ടോ ഉണ്ടാന്ന്. ഫോട്ടോ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടോ? മുടിയൊക്കെ എനിക്ക് ഇത്ര ഉണ്ടായിരുന്നു മുടി. ഇത്രയാ? എപ്പോ വരുന്നത്? ഏത് കാലഘട്ടത്തില്? 2022 അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മറ്റേ ഫോട്ടോ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളെ കുറച്ച് ചില്ലട്ടെ. ചില്ല സംഭവിക്കില്ല. അവൻ വികാരപരിതനെ ഞാൻ എടുത്തപ്പ അവ പെമ്പിള്ളേരെ കയ്യിലേ പോവുള്ളൂ അല്ലേടാ. നേരത്തെ എന്റെ കാലുമ്പോ മണപ്പിച്ചിട്ട് ഓടണം. ഒരാണാണ് പോയിക്കളെ. എടി മിസ് ചെയ്യുന്നുണ്ട് കേട്ടാ ചെറുതായിട്ട്. എന്തെന്ന് വരും വരും ഞാൻ പറഞ്ഞില്ലേ, നീക്കൊക്കെ അറിയാമായിരുന്നു. അങ്ങനെയാടാ, ആണല്ലേ? സ്നേഹമുള്ളോണ്ടാ. ഓക്കെ, ഞങ്ങൾ കുറച്ച് ചില്ലിട്ട് ഇത് കണ്ടാടി നീ. മാരി അനന്തനോട് ചോദിച്ചാൽ അവനിപ്പോ ഇങ്ങനെയാണ് നടക്കണേ. നടക്കണത് ഞാൻ പറഞ്ഞില്ല, അത് ഒരെണ്ണം മാറിയിട്ടുണ്ടോ. അമ്മയും വിടൂല അവളെ വിടൂല. സെറ്റാണ് കേസ്. നല്ലതല്ലേ ഉമ്മ? ഉമ്മ അപ്രൂവ് ചെയ്ത് എനിക്ക് ഒന്നും വേണ്ട. വരാ നിക്ക് ഞാൻ ഡേറ്റ് കൺഫേം ചെയ്യാമോ? വിരുന്നിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യട്ടെ കേസ്. അത് ഹെൽത്തി അല്ലല്ലോ. എന്ത് എവിടെ ഡയറ്റ് അടി മാക്കറി നീ? ആണാ? ചേച്ചി ഹലോ, ഇതെന്റെ വ്ളോഗ്. മക്കളെ ഹായ്. എങ്ങനെയുണ്ട് പിസ്സ? കൊള്ളാം. നമുക്ക് ചിക്കനടാ ഷാസ് ഡയറ്ററി. കാലല്ലേ ഉമ്മ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി നേരത്തെ. അത് പോയ പച്ച മസാലയാണ് തിന്നത്. ആണല്ലേ നേരത്തെ? അയ്യോ ആണാ? എനിക്കും തോന്നണേട്ടാ. പിന്നെ എന്തിനാണ് അവിടെ കൊണ്ടുവച്ചത്? എന്തോ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉമ്മാരിൽ വർക്കാവുന്നുണ്ടായിരുന്നു. അൽഫാമായിരുന്നു, പക്ഷെ ഫ്ലോപ്പ് ആയ അൽഫാം ഒന്നും അല്ലായിരുന്നു. ഇതെന്താ ചിക്കൻ അൽഫാം. എന്ത് അൽഫാം? പെപ്പറോ? വെറും അൽഫാമാ? ഇവന് ഫ്രൈഡ് റൈസ്, സൺബ്രോക്ക് ഫ്രൈഡ് റൈസ്, ചിക്കൻ പിസ്സ, മുട്ട ഓംലെറ്റ്, ഫ്രൈഡ് റൈസ്. ഹമ്പിൾ കോഴിക്കോട് പോയി ഗൈസ്. ഹമ്പിളിൽ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ വരാം. ഈ ക്യാമറയോട് എനിക്ക് ചെറിയൊരു ഇഷ്ടം തോന്നുന്നു. ഇതാണ് നീ ഇപ്പൊ വ്ളോഗ് ചെയ്യാൻ ഉപയോഗിക്കണേ അല്ലേടാ? ഇത് ഏതാടാ? ക്യാനൺ പവർ ഷോട്ട് V1. പവർ ഷോട്ട് V1 ആണ് ഗൈസ്. കൊള്ളാം. അത് 16mm സൂമില്ലെങ്കിലും ലോ ലൈറ്റ് 1.4 ഇഞ്ചസിന്റെ സെൻസർ ആണല്ലേ? ഫാൻ ഉണ്ട് കൂളിങ്ങിന്. കൊള്ളാം. 4K 60 വരെ എടുക്കാം. 4K 60 നോക്കട്ടെ, ചിലപ്പം അതെടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ ഹാപ്പിയാണ്. അല്ല എന്താ പറയാ, ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത ക്യാമറ നോക്കാം. അല്ലാതെ എപ്പോഴും ക്യാമറ മാറ്റുന്ന ശീലം അത് എവരാണ് കേസ്? എനിക്കതില്ല. എടാ നീ ടെക് റിവ്യൂവർ അല്ലേ? അപ്പൊ പിന്നെ ടെക് വ്യൂവർ അത്. നീ വേണമെങ്കിൽ അത് എടുത്തോടി. ഇത് നല്ലതാണ്. നീ DJI Osmo എടുക്കല്ലേ? എനിക്ക് മോൾസിലൊന്നും കേറ്റില്ലടാ ക്യാമറ. അപ്പൊ പിന്നെ ഐഫോൺ എടുത്ത്. ഈ ഐഫോണിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ ചെയ്താൽ മതി. ഇത് നീ ട്രൈ ചെയ്യും. ഉമ്മ ഒരു വ്ളോഗിന്റെ ഇടയിൽ കിടന്ന് ഓടയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഉമ്മക്കൊരു ഉമ്മ തരട്ടെ. എന്റെ ശിഷ്യനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. വായിലോട്ട് ക്യാമറ മനസമാധാനം ഉണ്ടോ ഉമ്മ? അതെന്ത് പറ്റി? ഇറങ്ങൂലായിരുന്നു. എനിക്ക് സന്തോഷം. അതെ എടാ കേട്ടാ, ഞാൻ ഈ വ്ളോഗിലോട്ട് ആക്കിയതിന് ശേഷം ഉമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും. മറ്റേത് വീട്ടിൽ പറ്റി കിടക്കുമായിരുന്നു.
എന്താ മനസ്സിലായില്ല? അനുബ്രോയുടെ കാര്യം. ഏ? ഓ ആ നല്ല കാര്യം. അത് നമ്മളൊക്കെ ഒരു മാസ്റ്റർ പ്ലാനാണ്. ആ നമ്മുടെ കുടില തന്ത്രമാണ്. ഇനിയിപ്പം ചേച്ചി ഇനിയിപ്പം വ്ളോഗിലോട്ട് ഇറങ്ങാൻ പോകല്ലേ? പൊളിക്ക് ചേച്ചി പൊളിക്ക്. സന്തോഷം നമുക്ക്. കുടിയടി കുടി. ശിഷ്യ ഉമ്മയുടെ സന്തോഷം പറഞ്ഞാണ് സനുബ്രോ വ്ളോഗിങ് തുടങ്ങിയപ്പോ ഉള്ള. ഞാൻ വ്ളോഗിങ് തുടങ്ങി ഉമ്മാക്ക് എന്തിനു സന്തോഷം? ആ വീട്ടിൽ പെറ്റി കിടക്കണില്ല. വീട്ടിൽ പെറ്റി കിടക്കണില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാം ചെയ്യണത്. ഞാൻ പക്ഷെ ഇറങ്ങും ഓഗസ്റ്റ് മുതൽ. ആണോ? ട്രാവൽ യാത്രയിലോട്ടാണ് ഞാൻ പോകുന്നത്. ഫുഡ് ഡാഡി. ഫുഡ് ഡാഡി അല്ല, വേറൊരു ഡാഡി. ഷുഗർ ഡാഡി. ട്രാവൽ ഡാഡി. ആ ട്രാവൽ ഡാഡി. എടാ ഫുഡ് ഡാഡി ഇനി ട്രാവൽ ഡാഡി ആവാൻ പോവേണ്ട. നീ അറിഞ്ഞാ? ഏത് ട്രാവൽ? അതൊക്കെ ഉണ്ടെന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. സർപ്രൈസ് ആണത്. സസ്പെൻസ് ആക്കി വെച്ചിട്ട് ഇനിയുള്ള കണ്ടന്റ് മൊത്തം കഴിച്ചു. ഓക്കെ അത് കാണാൻ. ട്രാവൽ ഡാഡി. ട്രാവൽ ഡാഡി. എന്തായാലും ഡാഡി ഡാഡി എന്ന് വിളിക്കുന്നത് എല്ലാമാരുടെയും. അയ്യോ ഇത് നിന്റെ വ്ളോഗാണ്. സോറി ഞാൻ പറഞ്ഞു വന്നത്. എന്തോട് വിളിച്ചോളൂ. എന്ത് ഡാഡി ഓരോ ഡാഡി ആയിക്കോട്ടെ. ഞാൻ കോൾ മീ ഫ്ലാഷ് വിളിപ്പിക്കുന്നു. അയ്യോ അത് തന്നെ പറ സനുബ്രോ. എങ്ങനെ വിളിക്കാൻ പറ. എല്ലാരും എന്നെ ഡാഡി എന്ന് വിളിച്ചോ ഗൈസ്. കമോ വിളിച്ചോളൂ. ഇത് മൊത്തം ഡാഡി ആയിരിക്കും കേട്ടാ. ഇല്ല വേണ്ട ഗൈസ്. എന്നെ കോൾ മീ ഫ്ലാഷ് എന്ന് വിളിക്കൂ ഗൈസ്. ഓക്കെ അപ്പം പതുക്കെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. അളിയ നാളെ കാണാം. നാളെ നമുക്ക് എവിടെയെങ്കിലും ഫുഡ് അടിക്കാൻ പോവാം. ടാറ്റ. ഫുഡ് അടി നമുക്ക് വൈറൽ ചോക്ലേറ്റ് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ പോയിട്ട് സനുബ്രോയുടെ കണ്ടന്റ് ആണ്. ഞാൻ സൈഡിൽ കൂടെ കാണും. നിങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അപ്പൊ ഓക്കെ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഉറക്കം സെറ്റ് ആയിട്ടില്ല. അപ്പൊ പോയി കിടന്നൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ ഷൂട്ടിന് പോകണം. രാവിലെ വർക്കൗട്ട് നാളെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 6:30 വർക്കൗട്ട് വേണം. അപ്പോൾ 6 മണിക്ക് എഴുന്നേക്കണം. ഇപ്പം മണി 10:30 11:30 എത്തിക്കഴിഞ്ഞാൽ ഓക്കെ ഒരു 6-6.5 മണിക്കൂർ ഉറക്കം നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. അപ്പൊ ബൈ ബൈ ഗൈസ്. ഇന്നത്തെ വ്ളോഗ് ഞാൻ ചെയ്തു. ടാറ്റ പറഞ്ഞേടാ. ടാറ്റ ടാറ്റ പറഞ്ഞേടി. എല്ലാരും പറഞ്ഞു. അപ്പൊ ബൈ ബൈ. നാളത്തെ വ്ളോഗ് കാണാം.